പാതിവഴിയിൽ സഞ്ജു സാംസൺ വീണുപോയ പോരാട്ടത്തിൽ യശസ്വി ജയ്സ്വാളും നിതീഷ് റാണയും അർദ്ധ സെഞ്ചുറി നേടിയിട്ടും രാജസ്ഥാൻ റോയൽസിന് രക്ഷയില്ല. സൂപ്പർ ഓവർ വരെ നീണ്ട പോരാട്ടത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ് വിജയം സ്വന്തമാക്കിയത്. സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ തുടർച്ചയായ മൂന്നാം തോൽവിയാണിത്. ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് എടുത്തപ്പോൾ രാജസ്ഥാൻ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 188 എത്തിയത്. ഇതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാന് വേണ്ടി ഷിംറോൺ ഹിറ്റ്മയറും റിയാൻ പരാഗുമാണ് ബാറ്റിങ്ങിനെത്തിയത്. മിച്ചൽ സ്റ്റാർക്കിൻ്റെ 5 പന്തിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ റോയൽസ് നേടിയത് 11 റൺസാണ്. തുടർന്ന് 12 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ഡൽഹിക്കു വേണ്ടി ബാറ്റിങ്ങിനെത്തിയത് ട്രിസ്റ്റൻ സ്റ്റബ്സും കെ.എൽ. രാഹുലും. സന്ദീപ് ശർമ്മയെ എറിഞ്ഞ സൂപ്പർ ഓവറിലെ 4-ാം പന്ത് സിക്സർ പറത്തി ട്രിസ്റ്റൻ സ്റ്റബ്സ് ഡൽഹിയുടെ വിജയ റൺസ് കുറിച്ചു. ഒരു ബൗണ്ടറി ഉൾപ്പെടെ 7 റൺസ് എടുത്ത രാഹുലും തിളങ്ങി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഡൽഹി 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് എടുത്തു. 37 പന്തിൽ 40 റൺസ് എടുത്ത അഭിഷേക് പോറലാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. 14 പന്തിൽ 34 റൺസ് അടിച്ച ക്യാപ്റ്റൻ അക്സർ പട്ടേലിൻ്റെ റോളും ഗംഭീരമായി. കെ.എൽ. രാഹുൽ 32 പന്തിൽ 38, ട്രിസ്റ്റൻ സ്റ്റബ് 18 പന്തിൽ 34 എന്നിവരും ബാറ്റിങ്ങിൽ തിളങ്ങി. 14 ഓവറുകൾ പിന്നിടുമ്പോൾ 4-ന് 106 റൺസ് എന്ന നിലയിലായിരുന്നു ഡൽഹി. എന്നാൽ ക്യാപ്റ്റൻ അക്സർ പട്ടേലിൻ്റെ പ്രകടനം രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസണിൻ്റെ തന്ത്രങ്ങളെ തകിടം മറിച്ചു. മധ്യ ഓവറുകളിൽ പരമാവധി റൺസ് വഴങ്ങാതെ പിടിച്ചുനിന്ന രാജസ്ഥാന് പിന്നീട് കളിയുടെ നിയന്ത്രണം നഷ്ടമായി. ട്രിസ്റ്റൻ സ്റ്റബ്സും അശുതോഷ് ശർമ്മയും ചേർന്നാണ് അവസാന ഓവറുകളിൽ ഡൽഹിയെ സുരക്ഷിതമായ സ്കോറിലേക്ക് എത്തിക്കുന്നത്. രാജസ്ഥാൻ ക്യാപ്റ്റൻ്റെ വിശ്വസ്തനായ സന്ദീപ് ശർമ്മ എറിഞ്ഞ 20-ാം ഓവറിൽ 4 വൈഡുകളും 1 നോബോളുകളും അടക്കം 19 റൺസാണ് റോയൽസ് വഴങ്ങിയത്. സ്റ്റബ്സും അശുതോഷും ചേർന്ന് അവസാന 19 പന്തിൽ 42 റൺസാണ് അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗിൽ ഓപ്പണർ യശസ്വി ജയ്സ്വാളും നിതീഷ് റാണയും രാജസ്ഥാനു വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി. 28 പന്തുകൾ നേരിട്ട നിതീഷ് റാണ 51 റൺസും 37 പന്തുകൾ നേരിട്ട ജയ്സ്വാൾ 51 റൺസും എടുത്തു പുറത്തായി. 19 പന്തിൽ 31 റൺസ് അടിച്ച ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഇന്നിംഗ്സ് രാജസ്ഥാന് മികച്ച തുടക്കം നൽകി. 61 റൺസിൻ്റെ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട് ജയ്സ്വാളിനൊപ്പം കെട്ടിപ്പടുത്തെങ്കിലും പരിക്കേറ്റു മടങ്ങാനായിരുന്നു രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ വിധി. റിയാൻ പരാഗ് 8 റൺസ് മാത്രമെടുത്തു പുറത്തായി. പക്ഷേ നിതീഷ് റാണ അവസരത്തിനൊത്ത് ഉയർന്നതോടെ രാജസ്ഥാനു പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അർദ്ധ സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാൾ കുൽദീപ് യാദവിൻ്റെ പന്തിൽ മിച്ചൽ സ്റ്റാർക്ക് ക്യാച്ചെടുത്താണ് പുറത്താവുന്നത്. സ്കോർ 161 നിൽക്കെ നിതീഷ് റാണയെ മിച്ചൽ സ്റ്റാർക്ക് LBWയിൽ കുടുക്കി. അവസാന 12 പന്തിൽ 23 റൺസാണ് രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ധ്രുവ് ജുറേലും ഷിംറോൺ ഹിറ്റ്മയറും പൊരുതി നോക്കിയെങ്കിലും മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ 20-ാം ഓവറിൽ കളി സമനിലയിലെത്തുകയായിരുന്നു. തുടർച്ചയായി യോർക്കറുകൾ എറിഞ്ഞ സ്റ്റാർക്ക് 8 റൺസ് മാത്രമാണ് ഈ ഓവറിൽ വിട്ടു നൽകിയത്.